ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീക്കെൻഡ് ആയത് കാരണം നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നു. ആക്ച്വലി റീസെൻ്റ് ആയിട്ടല്ല, ഒരു 1 മന്ത് മുമ്പേ നമ്മൾ പ്ലാൻ ചെയ്തതാണ് കേട്ടോ, ഒരു ചിക്ക്മംഗ്ലൂർ ട്രിപ്പ്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ചിക്ക്മംഗ്ലൂർക്ക് ഒരു 4.5 hours ആട്ടോ ട്രാവലിംഗ്. അപ്പോൾ നമ്മളൊരു ഏർലി മോർണിംഗ് 5 o'clock ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഒരു 8:30, 9 ഒക്കെ ആകുമ്പോഴേക്കും ചിക്ക്മംഗ്ലൂർ എത്തി കേട്ടോ. ചിക്ക്മംഗ്ലൂർ എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് എ ലാൻഡ് ഓഫ് കോഫി എന്നാണ്. അവിടെ ഇഷ്ടം പോലെ കോഫി പ്ലാന്റേഷൻസും കോഫി മ്യൂസിയം എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയത് ഒരു വാട്ടർഫോൾസ് കാണാനാണ്. ആക്ച്വലി നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തത് ഒരു മൗണ്ടെയിൻ പോകാനായിരുന്നു. മുളയങ്കുന്ന് പീക്ക് എന്നാണ് അതിൻ്റെ പേര്. അത് കർണാടകയിൽ തന്നെ ടോളസ്റ്റ് ആയിട്ടുള്ള പീക്കാണ് മുളയങ്കുന്ന് പീക്ക്. പക്ഷെ നമ്മൾ ചെന്നെത്തിപ്പെട്ടത് മാണിക്യധാര വാട്ടർഫോൾസിലാട്ടോ. ഇഷ്ടംപോലെ ആൾക്കാർ ഇതുപോലെ വഴിതെറ്റി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് മാത്രമായിരിക്കും തെറ്റിയിട്ടുണ്ടാവുക. പക്ഷെ അവിടെ പോയപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇത് ഞങ്ങളെപ്പോലെ പല ആൾക്കാർക്കും ഇതുപോലെ ഗൂഗിള് നമ്മളെ പറ്റിച്ചു എന്ന് പറഞ്ഞ പോലെ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്തതായിരുന്നില്ല വന്നിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പോയി. അവിടെ നല്ല അടിപൊളി മഴയും ഫോഗൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി മഴയായിരുന്നു, നല്ല ഫോഗും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആക്ച്വലി കുറച്ച് ത്രോട്ട് പെയിനും കോൾഡൊക്കെ ഉള്ളത് കാരണം മഴ കൊണ്ട് കൂട്ടണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു കോട്ടൊക്കെ വാങ്ങിച്ചു അവിടുന്ന്. പക്ഷേ കോട്ട് വെറുതെയായി. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും മഴയൊക്കെ നിന്നു. പിന്നെ നമ്മൾ കുറേ നേരം വാട്ടർഫോൾസിലൊക്കെ പോയി ഇതൊക്കെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു. വാട്ടർഫോൾസ് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. വീക്കെൻഡും പിന്നെ ഗണേശ ചതുർത്ഥി, അതിൻ്റെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിരുന്നു. മലയാളീസിനൊന്നും കണ്ടില്ല, ഫുൾ കന്നഡ ആൾക്കാരെയാണ് കണ്ടത്. പക്ഷെ എന്നാലും നല്ല രസമായിരുന്നു. ഞാൻ ആദ്യമൊക്കെ കുറേ കോട്ടൊക്കെ ഇട്ടിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ കോട്ടൊക്കെ മാറ്റി, കാരണം അപ്പോഴേക്കും മഴയൊക്കെ ഏകദേശം നിന്നു. പിന്നെന്താ, നമ്മൾ ആക്ച്വലി ഈ വാട്ടർഫോൾസിലോട്ടും പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു സൂയിസൈഡ് പോയിൻ്റ് ഉണ്ട്. അങ്ങോട്ടൊക്കെ പോകാൻ നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നു. ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നമ്മുടെ കാറ് കയറില്ല, അത് കാരണം ജീപ്പിൽ പോകണമെന്ന്. അപ്പോൾ നമ്മൾ ജീപ്പിലാട്ടോ പോയത്. ഒരാൾക്ക് 200 rupees വെച്ചിട്ട് പോയി. പക്ഷെ അവിടെ ചെന്നെത്തിയപ്പോഴാണ് മനസ്സിലായത് കുറേ പേര് കാറിൽ വരുന്നുണ്ട്, ജീപ്പിലും വരുന്നുണ്ട്, അതേപോലെ കാറിലും വരുന്നുണ്ട്. ഒരു തവണ നമ്മൾ പോയ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പിന്നെ ജീപ്പിൽ ആരും പോവില്ല, നമ്മൾ നമ്മുടെ കാറിലേ പോവുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്കൊരു അബദ്ധം പറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ കുറേ നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് അതിന് ചുറ്റും കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ നാടൻ തേന്, പിന്നെ അതുപോലെ തന്നെ ഈ ഓരോ ആയുർവേദ മരുന്നിൻ്റെ കൂട്ട്, അങ്ങനെ ഓരോ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഒരു തേൻ വാങ്ങിച്ചു, നമ്മൾ ഒരു 1 kg ഒരു തേൻ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ നേരെ പോയത് സൂയിസൈഡ് പോയിൻറ്റിലോട്ടാട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സൂയിസൈഡ് പോയിൻറ്റിലോട്ട് പോയി. അവിടെ കുറേ നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മൾ ബുക്ക് ചെയ്തിരുന്ന റിസോർട്ട് ആക്ച്വലി ഇതിൻ്റെ അടുത്താട്ടോ, ചിക്ക്മംഗ്ലൂർ തന്നെയാണ്. അപ്പോൾ നമുക്കൊരു ഒരു 1/2 hour നമുക്ക് തിരിച്ച് ട്രാവൽ ചെയ്യാനുണ്ട്. നമ്മളങ്ങനെ കുറേ നേരമൊക്കെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് നമ്മൾ നമ്മുടെ റിസോർട്ടിലോട്ട് പോയി. അപ്പോൾ റിസോർട്ടിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ ഒരു ദിവസം ഇടാം കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ബൈ.